അടുത്ത കാലത്തായി കേരളത്തിലെ പത്രങ്ങളിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടിരുന്നു. എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് സി എന്നിങ്ങനെ ലൈംഗിക ബന്ധം മൂലം പകരുന്ന രോഗങ്ങൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയെന്ന്. ഇത്തരുണത്തിൽ ഈ രോഗങ്ങളെപ്പറ്റിയും ലൈംഗിക ബന്ധം മൂലം പകരുന്ന മറ്റു രോഗങ്ങളെപ്പറ്റിയുമുള്ള ഒരു അവബോധം സാമാന്യജനത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് ഫെബ്രുവരി 12 സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ദിനമായി ആചരിച്ചു വരുന്നു. ഇന്ത്യയിൽ തന്നെ, പ്രത്യേകിച്ച് കേരളത്തിൽ, മാതാപിതാക്കൾ തങ്ങളുടെ മക്കളോട് ഈ വക അറിവൊന്നും പങ്കുവെക്കുന്നില്ല. ഇതിനുള്ള ഒരു വിമുഖത പൊതുവെ പ്രകടമാണ്. അവരുടെ അറിവും വളരെ അപൂർണമോ അല്ലെങ്കിൽ തെറ്റോ ആയിരിക്കാം. എങ്കിൽ പോലും അവർ മക്കളോട് ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇതുകൊണ്ട് തന്നെ കുട്ടികൾ മറ്റു ഉറവിടങ്ങൾ തേടിപ്പോകുന്നു. അപ്പോൾ അവരുടെ അറിവും വളരെ അപൂർണമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള അവബോധം സാമാന്യജനത്തിന് ആവശ്യമാണ്. പെൺകുട്ടികളിൽ ആർത്തവം മുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള PCOS, എൻഡോമെട്രിയോസിസ്, മെൻസ്ട്രുവൽ ഹൈജീൻ എന്നീ വിഷയങ്ങളെക്കുറിച്ച് അവർക്ക് അറിവ് എവിടെ നിന്നും കിട്ടുന്നില്ല. ആൺകുട്ടികൾക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. പങ്കാളികൾ തമ്മിൽ ആരോഗ്യകരമായ ഒരു ബന്ധം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഉഭയകക്ഷി സമ്മതപ്രകാരം മാത്രമേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ. തങ്ങളുടെ അതിരുകൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ എന്നിവയെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താൻ പറ്റേണ്ടതാണ്. എന്നാൽ മാത്രമേ ഒരു ആരോഗ്യകരമായ ലൈംഗിക ബന്ധം മുന്നോട്ട് പോവുകയുള്ളൂ. പാശ്ചാത്യ രാജ്യങ്ങളിൽ NHS എന്നീ സംവിധാനം ഉള്ളതുകൊണ്ട് റെഗുലറായി ഹെൽത്ത് ചെക്കപ്പുകളും പാപ്സ്മിയർ എന്നീ ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗർഭാശയകള ക്യാൻസർ എന്നീ ക്യാൻസറുകൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബലപ്രയോഗം, നിയന്ത്രണം, വൈകാരിക ദുരുപയോഗം എന്നിവ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെയുണ്ടെങ്കിൽ അത് റെഡ് ഫ്ലാഗ് സൈൻസായി കണക്കാക്കി ഏതെങ്കിലും കൗൺസിലറെ സമീപിക്കേണ്ടതാണ്. ഇനി നമുക്ക് എന്തെങ്കിലും രോഗമുണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിച്ച് അതിനുള്ള ടെസ്റ്റുകൾ, പരിശോധനകളെല്ലാം നടത്തി സംശയ നിവൃത്തി വരുത്തേണ്ടതുമാണ്. സംശയമുണ്ടെങ്കിൽ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് അഥവാ ബന്ധം നടന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ 72 മണിക്കൂറിനുള്ളിൽ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്നിവ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കേണ്ടതാണ്. സ്ട്രെസ്, ബോഡി ഇമേജ്, അമിത മദ്യപാനം, അമിതവണ്ണം, BP, ഡയബറ്റിസ് എന്നിവ പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ഒരു വർഷം ഒന്നിച്ച് താമസിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിനുള്ള ചികിത്സയ്ക്ക് ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്.